ഹായ് ഗായ്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5th മൊഡ്യൂൾ തുടങ്ങി. അതിൽ നമ്മൾ ബ്രേക്സ് ആണ് നമ്മുടെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡ്രം ബ്രേക്ക് നമ്മൾ നോക്കി. ഇനി നമ്മൾ ഡിസ്ക് ബ്രേക്ക് ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ബേസിക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ എടുത്തു വന്നു. സോ ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക് ഉണ്ടാവും, അതിലൊരു കാലിപ്പർ ഉണ്ടാവും. ആ കാലിപ്പറിൻ്റെ ഉള്ളിൽ ബ്രേക്ക് പാഡ് എന്ന് പറയും, നമ്മളിവിടെ ബ്രേക്ക് പാഡ് എന്നാണ് പറയുക. ആ ബ്രേക്ക് പാഡ് ഉണ്ടാവും. അതിലൊരു പാർട്ട് ഓഫ് ബ്രേക്ക് പാഡ് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിലേക്ക് ഫ്ലൂയിഡ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ആ ഫ്ലൂയിഡിൽ നിന്ന് ആ പ്രഷറിൽ ഈ പിസ്റ്റൺ ഇതിൽ മൂവ് ചെയ്യുകയും ഇതിൽ പോയിട്ട് ഫ്രിക്ഷൻ സർഫേസിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ സ്റ്റോപ്പിംഗ് നിർത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു ബ്രേക്കാണ് ഡിസ്ക് ബ്രേക്ക് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഡിസ്ക് നമ്മൾ വീൽ ഹബിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. സോ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് റിലീസ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ ഉണ്ടാകുന്നത്. സോ റിലീസ്ഡായിരിക്കുന്ന പൊസിഷനിൽ 2 ബ്രേക്ക് ഷൂസും ഇതിൽ നിന്ന് വിട്ട് നിൽക്കുന്നുണ്ടാവും. എപ്പോഴാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് ഇതിലേക്ക് പോയി ഫ്രിക്ഷൻ സർഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളിതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഫ്രിക്ഷൻ സർഫേസിൽ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജി നമ്മൾ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിൻ്റെ കമ്പോണൻസ് എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഉണ്ട്, അതിൽ കാലിപ്പർ ഉണ്ട്, ഫ്രിക്ഷൻ പാഡ്സ് ഉണ്ട്. നമ്മൾ നോക്കിപ്പോയി. സോ ഇതിൽ നിന്ന് നമുക്ക് മാറാം. അപ്പോൾ നമുക്ക് ഇനി എടുക്കുമ്പോൾ ടൈപ്പ് ഓഫ് ഡിസ്ക് ബ്രേക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡിസ്ക് ബ്രേക്ക് അതിൻ്റെ ടൈപ്സ് ഉണ്ട്, കാലിപ്പറിൻ്റെ ടൈപ്സ് ഉണ്ട്. ഒന്ന് സ്വിങ്ങിങ് കാലിപ്പർ ടൈപ്പും സെക്കൻഡ് വൺ സ്ലൈഡിങ് കാലിപ്പർ ടൈപ്പുമാണ്. അതിലെന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കോളൂ, ഈ ഫിഗറിൽ നോക്കിക്കോളൂ. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീൽ ഹബ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മീൻസ് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇതിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഇരിക്കുന്ന ഫ്രിക്ഷൻ പാഡ് ഇതിൽ പോയി അപ്ലൈ ചെയ്തിട്ട് നമ്മളതിനെ വണ്ടി നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഒരു ഫോഴ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയും അപ്പോൾ ഈ ഇരിക്കുന്ന ഡിസ്ക് ഇതുമായി ടച്ച് ചെയ്യുമ്പോൾ ഈ ഇരിക്കുന്ന കൈനറ്റിക് എനർജി ഇതിലേക്ക് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്യും. ഇത് കുറച്ച് താഴേക്ക് നീങ്ങാനോ അല്ലെങ്കിൽ ശ്രമിക്കുകയും ചെയ്യും. ആ സമയത്ത് ഇപ്പോൾ നമുക്ക് ക്രമാധീനമായ കൂടുതൽ ഫോഴ്സാണ് ഇതിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ഡാമേജസും മറ്റു കാര്യങ്ങളും സംഭവിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വിങ്ങിങ് കാലിപ്പറും അല്ലെങ്കിൽ സ്ലൈഡിങ് കാലിപ്പറും നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വിങ്ങിങ് കാലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഇപ്പോൾ എക്സാമ്പിൾ ഒരു സെക്കൻഡ്, ഈ സ്വിങ്ങിങ് കാലിപ്പർ ടൈപ്പ് ഈ രീതിയിലാണ് ഉണ്ടാവുക. ആക്ച്വലി നമ്മൾ ഇതിനെ ഒരു പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ പിന്നിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ പോയിൻ്റർ വെച്ചിട്ട് ജസ്റ്റ് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു പിന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ പിന്നിൽ നമ്മൾ കാലിപ്പറിനെ കണക്ട് ചെയ്യും. ഈ കാലിപ്പറിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പിന്നെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കാലിപ്പറിനെ കണക്ട് ചെയ്യും. ഈ കാലിപ്പറിനെ കണക്ട് ചെയ്തിട്ട് ഇത് സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പിന്നിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഇത് മീൻസ് ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു ഡയറക്ഷനിൽ ഇത് സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ കാലിപ്പർ ഇങ്ങനെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ സ്വിങ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടയർ. ആ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്ന കാലിപ്പർ ഇങ്ങനെ ഇരിക്കുന്ന കാലിപ്പർ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് സ്വിങ് ചെയ്യും. ആ സ്വിങ് ചെയ്തുകൊണ്ട് ആ ഒരു ഫോഴ്സിൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സ്വിങ്ങിങ് കാലിപ്പർ ടൈപ്പിൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്വിങ്ങിങ് ടൈപ്പിൽ ചിലപ്പോൾ പറ്റില്ല, അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്ലൈഡിങ് കാലിപ്പർ ടൈപ്പാണ്. സ്ലൈഡിങ് കാലിപ്പർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡർ കൊടുത്തിട്ടുണ്ടാവും. ആ സ്ലൈഡറിൽ മീൻസ് ഇപ്പോൾ ഒരു സ്ലൈഡർ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഈ ഒരു പാത്തിലൂടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റിൽ ഇത് സ്ലൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ബ്രേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സ്ലൈഡിങ് കാലിപ്പർ ടൈപ്പിലുള്ള ഡിസ്ക് ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് കാലിപ്പർ ഉണ്ട്, സ്വിങ്ങിങ് ഉണ്ട്, സ്ലൈഡിങ്ങും ഉണ്ട്. ഒട്ടുമിക്ക നമ്മുടെ ബൈക്കിലെല്ലാം കണ്ടിരിക്കുന്ന സ്വിങ്ങിങ് ആണ്, കാരണം അതാണ് ഈസി ഓഫ് നമുക്ക് പറ്റുന്ന ഡിസൈന്. കാലിപ്പർ മീൻസ് സ്ലൈഡിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈഡർ വെക്കണം, അതിനുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് വേണം. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയ ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് സ്വിങ്ങിങ് തന്നെയാണ് നമ്മൾ ഒരുവിധം എല്ലാ നമ്മുടെ വണ്ടികളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ബൈക്സും മറ്റു കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ തന്നെ ഡിസ്ക് ബ്രേക്കിൽ സ്വിങ്ങിങ് ടൈപ്പ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് നമ്മുടെ ഡിസ്ക് ഉണ്ടല്ലോ, ആ ഡിസ്ക് ടൈപ്സ് ഉണ്ട്. നമുക്ക് സോളിഡ് ടൈപ്പും ഉണ്ട്, വെന്റിലേറ്റഡ് ടൈപ്പും ഉണ്ട്. ഒട്ടുമിക്ക നമ്മുടെ ബൈക്സിലെല്ലാം നിങ്ങൾക്ക് കാണുന്ന ഹോൾസ് ഇട്ടിട്ടുള്ളതാണ്. അതിനെയും നമ്മൾ വെന്റിലേറ്റഡ് ടൈപ്പ് തന്നെയാണ് നമ്മൾ പറയുക. ഈ ഹോൾസ് എന്തിനാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൂളാവാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫ്ലാറ്റാണ്, നമുക്ക് സോളിഡ് ടൈപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കൂളാവാൻ കുറേ സമയം എടുക്കും, കാരണം അത്രയും ഏരിയ നമുക്കിതിലുണ്ട്.
അപ്പോൾ നമുക്ക് ബൈക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹോൾസ് ആണ് ഇട്ടിട്ടുണ്ടാവുക. ഹോൾസ് ഇട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എയർ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും ഈ ഭാഗം എയർ കടന്ന ഈ ഉള്ളിലുള്ള ഈ ഭാഗം തൊട്ടുള്ള സർഫേസസ് നമുക്ക് ഈ പെട്ടെന്ന് തന്നെ കൂൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ കൈനറ്റിക് എനർജീനെ നമ്മൾ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൂളിംഗ് നമുക്ക് നടക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെന്റിലേറ്റഡ് ഡിസ്ക്കാണ് എല്ലാ ഭാഗത്തും ഉപയോഗിക്കുക, സോളിഡ് ഡിസ്കസ് ഉപയോഗിക്കില്ല. ഇനി കാറിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ സോളിഡ് ഡിസ്കിന് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ വെന്റിലേറ്റഡ് ഡിസ്കായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു പോക്കറ്റ്സ് ആണ്. നമ്മൾ എയർ മൂവ്മെൻറ്റ്സ് സൈഡിലൂടെയും ഫ്രണ്ടിലൂടെയും കയറുമ്പോൾ ഈ എയർ ഇതിൻ്റെ ഉള്ളിലേക്ക് ട്രാപ്പ് ചെയ്യുകയും ഈ ഭാഗത്ത് ഈ സർഫേസിലുള്ള ഭാഗത്തുള്ള ഹീറ്റിനെ പെട്ടെന്ന് കൂൾ ചെയ്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ വെന്റിലേറ്റഡ് ഡിസ്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വർക്കിംഗ് ഓഫ് ഡിസ്ക് ബ്രേക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് പഠിക്കുക. ഇനി നമ്മുടെ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് ന്യൂമാറ്റിക്കും വേണമെങ്കിൽ എടുക്കാം, ഹൈഡ്രോളിക്കും വേണമെങ്കിൽ എടുക്കാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ ചെറിയ എല്ലാ വാഹനങ്ങളിലും എല്ലാം ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ആ ഫ്ലൂയിഡ് വെച്ചിട്ടാണ് നമ്മൾ മീൻസ് ബ്രേക്കിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പാസ്കൽസ് ലോ ആണ്. ഈക്വൽ ഇൻ ആൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലോ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ പാസ്കൽസ് ലോയിൽ പറയുന്നത് ഒരു സ്മോൾ ഒരു ഏരിയ ഉണ്ട്, അവിടെ നമ്മൾ ഫ്ലൂയിഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് ഏരിയയിൽ അത്രത്തോളം ഫുൾ ഈക്വൽ ആയിട്ട് ആ ലാർജ് ഏരിയയിലും നമുക്ക് ഫോഴ്സ് വരികയും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഫോഴ്സ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഡിസ്ക് ബ്രേക്സ് മീൻസ് നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്സ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഹൈഡ്രോളിക് ബ്രേക്സിൽ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡ്രം ബ്രേക്കിലായാലും ഹൈഡ്രോളിക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഡിസ്ക് ബ്രേക്കിലായാലും നമ്മൾ ഹൈഡ്രോളിക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന എല്ലാ ഹൈഡ്രോളിക് തന്നെയാണ്, ഡ്രം ബ്രേക്ക് ആയാലും ഡിസ്ക് ബ്രേക്ക് ആയാലും. ഓക്കെ, ഇനി ഹൈഡ്രോളിക്കിന് ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് ഇതിൻ്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ഹീറ്റ് കൂടുമ്പോൾ പ്രഷർ റെഡ്യൂസ് ചെയ്യാനും പെട്ടെന്ന് നമുക്ക് കിട്ടാത്ത ഒരു ബ്രേക്ക് കിട്ടാത്ത അവസ്ഥയൊക്കെ നമുക്ക് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എയർ ബ്രേക്ക് തന്നെയാണ് നല്ലത്. പക്ഷേ എയർ ബ്രേക്കിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഹീറ്റ് കൂടുമ്പോഴോ കൂടുതൽ നേരം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴോ അതിൻ്റെ കംപ്രഷൻ പ്രഷർ കുറയുകയും നമുക്ക് എയർ ബ്രേക്ക് കിട്ടാതെ വരികയും ചെയ്യും. അതിന് വേണ്ടിയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 10 സെക്കൻഡ് നമ്മൾ ആക്സിലേറ്റർ മാത്രം കൊടുത്ത് ന്യൂട്രലിൽ വരുന്ന രീതിയിൽ ആക്സിലേറ്റർ മാത്രം കൊടുത്ത് നമ്മൾ കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കും. ബസ്സിലൊക്കെ ഓടിക്കുന്നവരത് ചോദിച്ചാൽ മതി, കംപ്രഷൻ പ്രഷർ കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ, ബ്രേക്ക് പ്രഷർ കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ ഒന്ന് ആക്സിലേറ്റർ കൊടുക്കും ചെറുതായിട്ട്. അപ്പം അങ്ങനെയൊക്കെ അവർ ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും ഓരോന്നായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹൈഡ്രോളിക് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഹൈഡ്രോളിക്കിൻ്റെ ഒരു ഇതാണ് ഡയഗ്രാമാണ്. അപ്പോൾ നമുക്ക് 4 വീലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഡ്രം ബ്രേക്കിൻ്റെ ഫിഗർ ആട്ടോ ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മളൊരു സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ടാവും, വീൽ സിലിണ്ടർ എന്നാണ് അതിന് പറയുക. ഈ സിലിണ്ടറിൽ നമ്മൾ ഫ്ലൂയിഡ് പാസ് ചെയ്തിട്ട് ഇത് രണ്ടിനെയും പുറത്തേക്ക് പിസ്റ്റനെ മൂവ് ചെയ്യിക്കും. ഇത് എക്സ്പാൻഡായി ഇവിടെ ഇരിക്കുന്ന ഡ്രമ്മിൽ തട്ടിയിട്ടാണ് നമ്മൾ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ലൈൻസാണ് 4 വീൽസിൻ്റെയും ലൈൻ ഒരു മാസ്റ്റർ സിലിണ്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ മാസ്റ്റർ സിലിണ്ടറാണ് നമ്മൾ പെഡലിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പെഡലിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള പിസ്റ്റനെ മൂവ് ചെയ്തുകൊണ്ട് ഈ ഫ്ലൂയിഡിനെ പുറത്തേക്ക് നമ്മൾ ഹൈ പ്രഷറൈസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് നമ്മൾ ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ ഫ്ലോ ഇതിലെല്ലാം 4 സിലിണ്ടറിലേക്ക് അപ്ലൈ ആവുകയും 4 സിലിണ്ടർ ഒന്നിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ കൺസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് ഇതിന് 2 സിലിണ്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ മാസ്റ്റർ സിലിണ്ടറും ഉണ്ട്, വീൽ സിലിണ്ടറും ഉണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സോ ഇന്ന് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. സോ ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. ലെങ്ത്ത് നമുക്ക് കൂട്ടണ്ടെന്ന് പറയട്ടെ, കാരണം മാസ്റ്റർ സിലിണ്ടറിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. അതോ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരുപാട് പറയാനുണ്ട്. ഇത് നമ്മൾ സിമ്പിൾ ടൈപ്പ് മാസ്റ്റർ സിലിണ്ടറാണ്. അതിൽ തന്നെ ടാൻഡം മാസ്റ്റർ സിലിണ്ടറാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ സിലിണ്ടറിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് എടുക്കാം. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.